ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിനെ തുടർന്ന് അവധി ദിനത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ്. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തരമായി സൗകര്യമൊരുക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ആവശ്യമെങ്കിൽ പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതി ആവർത്തിച്ച് പറയുകയാണ് കൃത്യമായ സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് തീർത്ഥാടകർക്ക് ഉണ്ടാകണമെന്നുള്ള കാര്യം. എങ്ങനെ നോക്കിക്കാണാം? ദിനമായിട്ട് കൂടി ഈ ശബരിമലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് ഇന്ന് നടത്തിയത്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് സിറ്റിംഗ് നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടിയന്തരമായിട്ട് ഒരുക്കാനായിട്ടാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു തിരക്കാണ് ശബരിമലയിലെ സന്നിധാനത്തും ഒപ്പം തന്നെ മാക്കൂട്ട് തെരുമിലി അടക്കം വലിയ രീതിയിൽ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അയ്യപ്പന്മാർക്ക് കുടിവെള്ള സൗകര്യം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒന്നും ലഭ്യമാകാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ക്യൂ നിൽക്കുന്ന ഇടങ്ങളിൽ, അതായത് കൂടുതൽ നിലവിൽ ഗോൾഡൻ റിലീസ് സിസ്റ്റത്തിലൂടെയാണ് അയ്യപ്പന്മാരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിശ്ചിത ഇടവേളകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പിന്നീട് റിലീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹോൾഡ് ആൻഡ് റിലീസ് സിസ്റ്റം. ഈ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ക്യൂ നിൽക്കുന്ന ഇടങ്ങളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, ബിസ്ക്കറ്റ്, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. എന്തായാലും സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ നടപടി സ്വീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചിത ഇടവേളകളിൽ ഹൈക്കോടതി സിറ്റിംഗ് നടത്തുന്നത്. എന്തായാലും ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് അവധിയാണ്. എങ്കിൽ കൂടിയും ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തര സിറ്റിംഗ് നടത്താനായിട്ട് കോടതി തീരുമാനിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായിട്ടുള്ള ഏകോപനം നടത്തണമെന്നുള്ള കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള നടപടികളും സ്വീകരിക്കണം. ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം തന്നെ സന്നിധാനത്തെ സുരക്ഷാ ചുമതലയുള്ള ADGPയും ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കണം. ഒപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കണം. മാത്രമല്ല, അയ്യപ്പഭക്തർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതും ഉറപ്പാക്കണം. യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഒപ്പം തന്നെ സർക്കാരിന്റെ മറുപടി, അതായത് ഇനി വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയിൽ വ്യക്തമാക്കണം. എന്തായാലും നിലവിൽ അടിയന്തര സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് പോലീസ് മേധാവി അടക്കം ആവശ്യമെങ്കിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുന്നോട്ട് വെച്ചത്. വ്യക്തമാണ്. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പാടാക്കണമെന്നുള്ള ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.